ഹലോ നമസ്കാരം, ഏവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോഴിക്കോട് കോട്ടയം പരീക്ഷ കഴിഞ്ഞു. എല്ലാവർക്കും പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആണോ? എളുപ്പമായിരുന്നോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കേണ്ടത് ആ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ അനാലിസിസിലൂടെ ഇനി പരീക്ഷ എഴുതുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചത് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മുടെ എല്ലാ സ്റ്റേജുകളിലും, ട്രിവാൻഡ്രം, കൊല്ലം എല്ലാ സ്റ്റേജുകളിലും എന്തുണ്ടായിരുന്നു, ഹരിത വിപ്ലവത്തിനെ പറ്റി ചോദിക്കാത്ത ഒറ്റ പരീക്ഷ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സ്റ്റേജിലും നമുക്ക് ഈ ഒരു ചോദ്യം ഹരിത വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായത് ഏത് അല്ലെ? അപ്പോൾ ഒന്നാമത് പറയുന്നു, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരി തന്നെയാണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. ശരിയാണ്, ഡോക്ടർ നോർമൻ ബോർലോഗിനെയാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ നോർമൻ ബോർലോഗിനെയാണ്. എങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഇനി ഇവിടെ ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് ഗോതമ്പിന്റെ ഉൽപാദനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ? പൊതുവെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് 1960കളുടെ പകുതി മുതൽ 1970കളുടെ പകുതി വരെ. ശരിയാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 1970കളുടെ പകുതി മുതൽ 1980കളുടെ പകുതി വരെ. ഇതിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തത് എന്തിനായിരുന്നു? ഗോതമ്പിന്റെ ഉൽപാദനത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കാറുണ്ട്. ഇനി ആദ്യഘട്ടം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നോ? ഇല്ല. പിന്നെ എവിടെയൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് തുടങ്ങിയ ചുരുക്കം ചില സംസ്ഥാനങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യഘട്ടം നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യഘട്ടം പ്രാധാന്യം കൊടുത്തത് ഗോതമ്പിന്റെ ഉൽപാദനത്തിനാണ്. നമ്മൾ ഗോതമ്പ് വിപ്ലവം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിൽ നെല്ലിന്റെ ഉൽപാദനത്തിന് കൂടി നമ്മൾ എന്ത് ചെയ്തു? രണ്ടാം ഘട്ടം പ്രാധാന്യം കൊടുത്തു. ശരിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ശരി തന്നെയാണ്. അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇതുവരെ കണ്ട പരീക്ഷകളിലെല്ലാം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയാം. ശരിയാണ്. അപ്പൊ ഇവിടെ ഹരിത വിപ്ലവത്തിന്റെ ഒരു കോട്ടമായിട്ട് പറയുന്നത് ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ HYV സീഡ് അല്ലെ, ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഹൈ ഈൽഡ് വെറൈറ്റി ക്രോപ്പുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശരിയാണ്. എന്ന് പറയുമ്പോൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് കൂടുതലായിട്ട് വിളവ് തരുന്ന ചെടികളെ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ അത് പൈസ കൊടുത്ത് മേടിക്കണം. ആ വിത്തെന്ന് പറയുന്ന പൈസ കൊടുത്ത് മേടിക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഇതിന് ബാക്കിയുള്ള ചെടികളെ പോലെ രോഗപ്രതിരോധ ശേഷിയില്ല. അപ്പോൾ കീടനാശിനികളും കീടാക്രമണ സാധ്യതയൊക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പൊ കീടനാശിനികൾ ഉപയോഗിക്കണം, രാസവളങ്ങൾ ഉപയോഗിക്കണം, ജലസേചനം വേണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ പൈസ വേണമല്ലോ. രാസവളം മേടിക്കാനും കീടനാശിനി മേടിക്കാനും ഒക്കെ പൈസ വേണം. വിത്ത് മേടിക്കാൻ പൈസ വേണം. അപ്പൊ ആദ്യഘട്ടത്തിൽ ധനിക കർഷകർക്കാണ് അതിന്റെ പ്രയോജനം കൂടുതലായിട്ട് ലഭ്യമായത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു അനന്തരഫലമായിട്ട് കണ്ടത് ചെറുകിട കർഷകരും അതുപോലെ വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. എന്നാൽ പിൽക്കാലത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? കാർഷിക മേഖലയിൽ സബ്സിഡികൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് ചെറുകിട കർഷകരെ കൂടി കൊണ്ടുവരാൻ. അങ്ങനെ സബ്സിഡികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? ചെറുകിട കർഷകർക്കും അതിന്റെ ഗുണം ലഭ്യമായി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്? ശരി തന്നെയാണ്. ഇനി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരി തന്നെയാണ് അല്ലെ? ഇന്ത്യ എന്ത് ചെയ്തു? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. എല്ലാ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലും സ്വയം പര്യാപ്തത നേടി എന്ന് കൊടുത്താൽ ശരിയാണോ? എന്ന് കൊടുത്താൽ ശരിയല്ല. ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി എന്നൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ശരി തന്നെയാണ്. എന്നാൽ എല്ലാ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിലൊന്നും സ്വയം പര്യാപ്തത നേടിയിട്ടില്ല എന്ന് കൂടി എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ D എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരം. അപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ്,
ഹരിത വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുക്കുന്നത് USSRൽ നിന്നാണ്. അങ്ങനെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം 1951 മുതൽ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. 12 പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ശരിയാണ്. അതിൽ 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത് 2017-ലാണ്. 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത്. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, കാലാവധി പൂർത്തിയാക്കാത്ത ഒരു പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതേതായിരുന്നു? പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 5 വർഷമാണല്ലോ. അപ്പോൾ അതിൽ 5ാം പദ്ധതി തന്നെ 5 വർഷം പൂർത്തിയാക്കിയില്ല എന്ന് ഓർത്തിരിക്കുക. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. 74 മുതൽ 79 വരെ വരേണ്ടതിന് പകരം 74, 78 ആയിരുന്നു. 74, 78. ഇനി പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾ ആരൊക്കെയാണ്? ഹോളിഡേ, റോളിംഗ് പ്ലാൻ, ആനുവൽ പ്ലാൻ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പല ക്ലാസ്സുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് HRA എന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു അല്ലെ. പ്ലാൻ ഹോളിഡേ, റോളിംഗ് പ്ലാൻ, ആനുവൽ പ്ലാൻ. ഇത് പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്, പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1966-69. ശരിയാണ്. റോളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ, റോളിംഗ് പ്ലാൻ എന്ന് പറയാ 1978-80. അതുപോലെ ആനുവൽ പ്ലാൻ എന്ന് പറയുമ്പോൾ 1990-92. സെറ്റാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, WTO നിലവിൽ വന്ന വർഷമേത് എന്നുള്ളതാണ് ചോദ്യം. WTO നിലവിൽ വന്നതെന്ന്. WTO നിലവിൽ വരുന്നത് 1995 ജനുവരി 1-നാണ് എന്ത് ചെയ്യുന്നത്? WTO നിലവിൽ വരുന്നത്. അപ്പോൾ WTO നിലവിൽ വരുന്നത് 1995-നാണ്. എന്താണ് WTO? ലോക വ്യാപാര സംഘടനയാണ്. ലോക വ്യാപാര സംഘടന. അപ്പൊ ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ WTO നിലവിൽ വരുന്നത് 95-ലാണ്. 1995 ഇന്ത്യയിൽ LPG റിഫോംസ് ഒക്കെ നടപ്പിലാക്കിയതിന് ശേഷം. ശരിയാണ്. 1991-ലാണ് നമ്മൾ LPG റിഫോംസ് നടപ്പിലാക്കുന്നത്. അതിനൊക്കെ ശേഷമാണ് WTO വന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ WTO നിലവിൽ വരുന്നത് 1995 ജനുവരി 1-ന് ജനീവ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? WTO നിലവിൽ വരുന്നത്. ആ ജനീവയും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. പിന്നീട് നമുക്കറിയാം ഗാട്ട് കരാറിന് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? WTO നിലവിൽ വരുന്നത്. അപ്പോൾ ഗാട്ട് എന്ന് പറയുമ്പോൾ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നാണ് അല്ലെ. ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അങ്ങനെ ഈ ഗാട്ട് കരാറിന് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് WTO നിലവിൽ വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ 1947 മുതൽ എന്ത് ചെയ്തു? ഗാട്ട് നിലവിൽ വരുന്നു. ശരിക്കും നമുക്ക് ഈ പറഞ്ഞ ലോക വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IBRDയുടെയും വേൾഡ് ബാങ്കിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ലോകത്തെ മൊത്തത്തിൽ ഒരൊറ്റ മാർക്കറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. 1991 നമ്മൾ ഇന്ത്യയിൽ LPG റിഫോംസ് നടപ്പിലാക്കിയപ്പോഴും നമ്മുടെ അവർ ആവശ്യപ്പെട്ടത് എന്താണ്? ഇന്ത്യയിൽ LPG റിഫോംസ് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയെ ഒരു ഓപ്പൺ എക്കോണമി ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതുവഴി ലോകത്തെ ഒറ്റ കമ്പോളമാക്കി മാറ്റുക. അങ്ങനെ ഒറ്റ കമ്പോളമാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ട്രേഡ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? നോക്കാനും ഒരു മേൽനോട്ടം വഹിക്കാനും ഒക്കെ ഒരാൾ വേണം. അങ്ങനെ WTO എന്ത് ചെയ്യുന്നു? 1995 നിലവിൽ വരുന്നു. 47 ഉണ്ടായിരുന്ന ഗാട്ട് കരാറിന് പകരമായിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ WTO നിലവിൽ വരുന്നത്. സെറ്റ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ലോക ബാങ്കിന്റെ മറ്റൊരു പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ലോക ബാങ്കിന്റെ മറ്റൊരു പേരെന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A IBRD ആണ് ലോക ബാങ്കിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. അപ്പോൾ ലോക ബാങ്കിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന് ശേഷം, അപ്പോൾ നമുക്ക് പിന്നീട് 2ാം ലോക മഹായുദ്ധം കഴിയുന്നു. 1939-45 കാലഘട്ടം. ശരിയാണ്. അപ്പോൾ ഇവിടെ 2ാം ലോക മഹായുദ്ധം തീരുന്നതിനും ഒരു വർഷം മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുകയാണ്?
1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് നടക്കുകയാണ്. അങ്ങനെ ഒരു ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് IBRDയും അതുപോലെ IMFും നിലവിൽ വരുന്നത്. ഏതൊക്കെയാ? IBRDയും IMFും. എന്താ IBRD? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് IBRD ആണ്. ഇതിനെ തന്നെയാണ് IBRDയുടെ മറ്റൊരു പേരാണ് എന്ത്? നമ്മുടെ വേൾഡ് ബാങ്ക്. അതുപോലെ IMFും എന്ത് ചെയ്യുന്നു? 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് IBRDയും IMFും നിലവിൽ വരികയാണ്. അപ്പൊ ഈ IBRD ആണ് നമ്മുടെ ലോക ബാങ്ക് അല്ലെങ്കിൽ ഏത്? വേൾഡ് ബാങ്ക്. ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി ഇതുപോലെ ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കുക, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക, അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഒക്കെ വേൾഡ് ബാങ്കിന്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്തെന്ന് തന്നെയാണ്? IBRD ആണ്. ലോക ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എല്ലാ സ്റ്റേജുകളിലും നമുക്ക് LPG റിഫോംസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില സ്റ്റേജുകൾ 2 ചോദ്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവരും LPG റിഫോംസ് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നോക്കണം. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1991 പുത്തൻ സാമ്പത്തിക നയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യയിൽ LPG റിഫോംസ് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും ഗൾഫ് യുദ്ധം തന്നെയാണ്. അതിൻ്റെ ഒരു ബേസിക് തുടക്കക്കാരൻ എന്ന് പറയുന്നത് ഗൾഫ് യുദ്ധമാണ്, അല്ലെ? ഗൾഫ് യുദ്ധം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഗൾഫ് രാജ്യങ്ങളെ പോലെ ബാക്കി ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ സാമ്പത്തിക മാന്ദ്യം ഇങ്ങനെ വ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ അത് കാര്യമായിട്ട് തന്നെ ബാധിച്ചു. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്നു. ഇന്ത്യയുടെ ധനക്കമ്മിയൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നു. വിദേശ നാണ്യ കരുതൽ ശേഖരം, എന്താണത്? ഫോറിൻ റിസർവ്. ഇറക്കുമതി ചെയ്യണമെങ്കിൽ നമ്മുടെ എന്ത് വേണം? ഈ പറഞ്ഞ ഫോറിൻ റിസർവ് വേണം. ആ റിസർവ് ഒക്കെ ഇനി 2 ആഴ്ചത്തേക്കേ ഉള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു. ഒരുപാട് പ്രൈവറ്റ് കമ്പനികളൊക്കെ പൂട്ടിപ്പോകുന്നൊരവസ്ഥ, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു. ശരിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു LPG റിഫോംസ് നിലവിൽ വരുന്നതിൻ്റെ കാരണമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വരികയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം $7 ബില്യൺ കോടി എന്ത് ചെയ്യുന്നത്? ആ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് കടമെടുക്കാനായിട്ട് നമ്മൾ പോകുന്നത്. ഒരുപാട് അന്താരാഷ്ട്ര ഏജൻസികളെ സമീപിച്ചു. അവസാനം നമ്മൾ IBRDയുടെയും IMFിന്റെ അടുത്തെത്തി. അങ്ങനെ നമുക്ക് പൈസ കടം തരാം എന്നവർ പറയുകയാണ്. പക്ഷെ മുന്നോട്ട് വച്ചൊരു കാര്യം, ഇന്ത്യയിൽ LPG കൊണ്ടുവരണം, അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നടപ്പിലാക്കണം. അങ്ങനെ നമ്മൾ ഇന്ത്യ എന്ത് ചെയ്യാണ്? ഒരു ഓപ്പൺ എക്കോണമി ആക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരുമ്പോൾ ഗൾഫ് യുദ്ധം ശരി തന്നെയാണ്. വിദേശ നാണയ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവ് ശരി തന്നെയാണ്. ഉയർന്ന ഫിസിക്കൽ കമ്മി ശരി തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലേക്ക് LPG റിഫോംസ് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം. അങ്ങനെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. 2 നടപടികൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് സ്റ്റെബിലൈസേഷൻ നടപടികൾ, അല്ലെങ്കിൽ സുസ്ഥിരവൽക്കരണ നടപടികൾ. ഈ സുസ്ഥിരവൽക്കരണ നടപടികളും അതുപോലെ ഘടനാപരമായ നടപടികളും, ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഈ ഘടനാപരമായ മാറ്റങ്ങളുടെ ഭാഗമാണ് എന്ത്? LPG റിഫോംസ്. സെറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആര് എന്ന് സിമ്പിളായിട്ട് ചോദ്യമാണ് നമ്മോട് ചോദിച്ചത്. ആരാണ്? ശക്തികാന്ത ദാസ് ആണ് ഇപ്പോഴത്തെ RBI ഗവർണർ എന്ന് പറയാൻ. അങ്ങനെയെങ്കിൽ അത് എത്രാമത്തെ ഗവർണറാണ്? 25ാമത്തെ ഗവർണറാണ്, അല്ലെ? RBIയുടെ 25ാമത്തെ ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 19ാമത്തെ ചോദ്യം, 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഇന്ത്യയിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക, അല്ലെ? അപ്പൊ അങ്ങനെയെങ്കിൽ നിലവിലെ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ തന്നെയാണ്, നമുക്കറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ 22-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? ഓപ്ഷൻ A, നിർമ്മല സീതാരാമൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോട്ടയം കോഴിക്കോട് എക്കണോമിക്സിന്റെ ചോദ്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് 7 ചോദ്യങ്ങളിൽ 7 ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റുന്നവ തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും
എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ, എല്ലാ ചോദ്യങ്ങളും ശരിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ മാരത്തോണും അതുപോലെ ക്ലാസ്സുകളും ഒക്കെ എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് നമുക്കിനി തുടർന്ന് വരുന്ന അല്ലെങ്കിൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.